അപ്പോൾ വല്ലപ്പോഴും ഒരിക്കലാണ് ഞാൻ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ സമയപ്പോക്കെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്നതാണ്. അതുപോലെ ഇന്ന് രാത്രി 7 മണിയായപ്പോൾ ഞാൻ നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ മീൻ പിടിക്കാൻ പോയതാണ്. അപ്പോൾ 100 രൂപയുടെ കണവ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. കണവയെന്ന് പറഞ്ഞാൽ കൂന്തലാണ് തീറ്റയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയത്. അങ്ങനെ സാധാരണ എനിക്ക് കിട്ടുന്നത് പോലെ മീനുകളല്ല ഇന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ന് 2 വെറൈറ്റി ഐറ്റമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ വെറൈറ്റി ഐറ്റം എന്താണെന്ന് നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണുക. ഇത് നമ്മുടെ വിഴിഞ്ഞം ഹാർബറാണ്. വിഴിഞ്ഞം ഹാർബർ നമ്മുടെ ഈ ഷിപ്പൊക്കെ അടുപ്പിച്ചിരിക്കുന്ന ബെർത്തിൻ്റെ അവിടെയാണ് ഞാൻ ചൂണ്ടയിടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ചൂണ്ടയിടാൻ പോകത്തില്ല. എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ മാത്രമേ ഞാൻ ചൂണ്ടയിടാൻ പോകത്തുള്ളൂ. അങ്ങനെ ഒരു മുഴുവൻ കണവ ഞാൻ തീറ്റയായിട്ട് ഇട്ട് എറിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു സാധനം നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടോ, ഇത് ഞാൻ അമൂറിന് വേണ്ടി എറിഞ്ഞതാണ്. പക്ഷെ ഇത് അമൂറല്ല, ഇത് പുള്ളിക്കലവയാണ്. പുള്ളിക്കലവ എന്ന് പറയുന്ന സാധനമാണ്. സാധാരണ അമൂറാണ് എനിക്ക് കിട്ടുന്നത്. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് പുള്ളിക്കലവയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 2ാം പ്രാവശ്യം ഞാൻ ചൂണ്ടയിട്ടപ്പോൾ എനിക്ക് വേറൊരു വെറൈറ്റി ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ അതിൻ്റെ വെറൈറ്റി ഐറ്റം വേറെയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉള്ളതാണ്. പക്ഷേ ഈ സാധനം നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ്. അപ്പോൾ അത് 2ാം പ്രാവശ്യം ഞാൻ ചൂണ്ടയിട്ടപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും നമ്മുടെ വീഡിയോയിലുണ്ട്, നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹുക്ക് വന്നിട്ട് 7ാം നമ്പറാണ്. 7ാം നമ്പർ ഹുക്കും 100ൻ്റെ റോളുമാണ്. നമ്മൾ റോളെന്നാണ് ഇവിടെ പറയുന്നത്, കങ്കൂസ് എന്നും പറയാറുണ്ട്. അപ്പോൾ 7ൻ്റെ ഹുക്കും 100ൻ്റെ കങ്കൂസുമാണ് നമ്മൾ ഈ അമൂറ് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയത് ഈ പുള്ളിക്കലവയാണ്. ഏകദേശം 1 കിലോ വെയിറ്റ് മാത്രം കാണുന്ന ഒരു സാധനമാണ്. 1 കിലോ വരത്തുള്ളൂ, തീരെ വലുതൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഹുക്ക് അഴിച്ച് മാറ്റാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. വായുടെ അകത്ത് കൈയൊക്കെ പോയി കഴിഞ്ഞാൽ മുറിയാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് നമ്മൾ ഹുക്കിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അപ്പോൾ 2ാം പ്രാവശ്യം നമ്മൾ അതേപോലെ തന്നെ ഒരു മുഴുവൻ കണവയാണ്, മുഴുവൻ കൂന്തലാണ് തീറ്റയായിട്ട് നമ്മൾ എറിഞ്ഞു നോക്കിയത്. പക്ഷെ അതിൽ നമുക്ക് കിട്ടിയത് വേറൊരു വെറൈറ്റി ഐറ്റമാണ്. ഉണ്ടോ, ഇതാണ് സാധനം. പക്ഷേ ഇതിനെ നമ്മുടെ ഇവിടെ ഇതിനെ അഞ്ചാള എന്നാണ് പറയുന്നത്. അഞ്ചാള എന്ന് പറയും. പക്ഷേ വടക്കോട്ടുള്ളവരൊക്കെ ഇതിനെ ഈലെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈലുകളിൽ ഒരു വെറൈറ്റി സാധനമാണ് ഇത്. നമ്മുടെ ഇവിടെ ടൈഗർ അഞ്ചാള എന്നാണ്, പുലി അഞ്ചാള എന്നാണ് പറയുന്നത് ഇതിനെ. അപ്പോൾ ഇത് ജീവനോടെ നമുക്ക് ചൂണ്ടയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വിഴിഞ്ഞ മെറൈൻ അക്വേറിയത്തിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുന്ന ഒരു സാധനം.